നമസ്തേ. നമസ്കാരം. ഇന്ന് ദേവരാജൻ ചേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുശലം അന്വേഷിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണ്. ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട് ആളിനെ. ദേവരാജൻ ചേട്ടൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ ആത്മീയരുടെ ഇടയിലെ ഒരു റോക്ക് സ്റ്റാറാണ്. നമ്മൾ ഇതിനു മുമ്പ് ദേവരാജൻ ചേട്ടൻ്റെ തുരീയം എന്നുള്ള പുസ്തകം അധ്യായമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 15 എപ്പിസോഡ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുക്ക് വളരെ ഹിറ്റായിരിക്കുകയാണ് ത്രൂ ഔട്ട് ദ വേൾഡ്. അത് 4 എഡിഷൻ വരെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഇപ്പോൾ ആമസോണിൽ അടുത്ത മാസം മുതൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം മലയാളത്തിൻ്റെ കിൻഡിൽ വേർഷനുണ്ട് ഓൾറെഡി, ബുക്ക് കൂടാതെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പോകെ ഞാനത് പറയുന്നതായിരിക്കും. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം തരുന്നതായിരിക്കും. നമുക്കിന്ന് ഒരു ചെറിയൊരു സല്ലാപം. ചേട്ടാ, ഞാൻ ഈ പ്രാണായാമം ചെയ്യുന്ന പല ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അപ്പോൾ ചേട്ടൻ അതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രാണായാമ കോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുകയാണ്. ഈ പ്രാണായാമം ചെയ്യുന്ന പല ആൾക്കാരെയും നമ്മൾ ഒരു കേസ് സ്റ്റഡി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വളരെ കാലമായിട്ട് അവർ പ്രാണായാമം ചെയ്തു വരുന്നുണ്ടെങ്കിലും അവരെ നമ്മൾ കൂടുതൽ ഒരു മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ആങ്സൈറ്റി ഡിസോർഡർ, BP, അതൊന്നും കൺട്രോൾ ആവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ അതായത് പലതരം ഡിപ്രഷൻ ആയാലും ആങ്സൈറ്റി ഡിസോർഡർ ആയാലും അവരുടെ BP ആയാലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് മെയിൻറ്റെയിൻ ആയി പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അതൊരു 100% ക്യൂറായിട്ട് വരാത്തത്? നമ്പർ 1, ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ചുരുക്കം ആൾക്കാരിൽ മാത്രം അതൊരു കൺട്രോളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ ഒരു ദിനചര്യ ഈ പ്രാണായാമത്തിനൊപ്പം പല ഏരിയയിലും വ്യാപിച്ചു കിടക്കും. അപ്പോൾ ചേട്ടൻ അതൊന്ന് എലാബറേറ്റ് ചെയ്ത് ഒന്ന് പറയാമോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് ലാഗിങ്? എന്തൊക്കെയാണ് മാറ്റിയെടുക്കേണ്ടത് പ്രാണായാമത്തിൻ്റെ കൂടെ ദിനചര്യയിൽ? ഇത് വലിയൊരു സബ്ജക്റ്റാണ്. വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു സംഭവം കൂടിയാണ്. കാരണം ഇന്ന് ഏറ്റവും അധികം ആളുകൾ നമുക്ക്, ഞാൻ എൻ്റെ തന്നെ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്, ഈ യോഗയും പ്രാണായാമമൊക്കെ അഭ്യസിച്ചിട്ട് ആശാന്മാരായിട്ടുള്ള പല ആളുകളോടും നമുക്ക് അടുത്ത് ഇടപഴകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അത്ര എന്താ പറയുക, ഒരു പ്രഷർ കുക്കർ ജീവിതങ്ങളായിട്ടുള്ള ആളുകൾ നിറയുന്നുണ്ട്. അപ്പൊ പൊതുജനം എന്താ വിചാരിക്കണ വെച്ചാൽ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങേരുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്താ അതിനൊരു ഫലം എന്ന് വരെ ചോദിക്കുന്ന അവസ്ഥ ഉണ്ട്. ഒരുപാട് കാരണമുണ്ട് കേട്ടോ. അത് എന്നെ ഏറ്റവും ഉപരിപ്ലവമായിട്ടുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മളെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ള സംഭവം നഷ്ടപ്പെടുന്ന കാലത്താണ് പലരും, അത് ആ പ്രായം ഒരു ലെവല് എത്തിക്കഴിഞ്ഞ് നമ്മളുടെ ഈ ബ്രെയിൻ സെൽസിന്റെ ഒരു പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, വെച്ചാൽ അതിന്റെ വഴക്കം, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു വഴക്കം ഉള്ള ഒരു സമയം നഷ്ടപ്പെട്ടിട്ടുള്ള പ്രായത്തിലാണ് പലപ്പോഴും നമുക്കറിയാലോ, ഈ പ്രായമായിട്ടുള്ള ആളുകള് ഭയങ്കര ബലംപിടുത്തുണ്ടാവും ജീവിതത്തിൽ ഓരോ വർഷം കഴിയുന്നു. അപ്പോൾ പുതിയ ജനറേഷനെ അവരുമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസം വരും. ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കല്, ബലംപിടുത്തം ഒക്കെ അവരിലാണ്. എന്താ കാരണം എന്ന് വെച്ചാല് ഇതാണ് സംഭവം. പുതിയ സാഹചര്യങ്ങളോട് കോപ്പപ്പ് ചെയ്യാനുള്ള നമ്മളുടെ ബ്രെയിനിന്റെ ആ ഒരു പ്ലാസ്റ്റിസിറ്റി എന്നാണ് അതിന് പറയുന്നത്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അത് നഷ്ടപ്പെടുക. അപ്പൊ പല ഹോർമോണുകളും ഉൽപാദനം നടക്കില്ല.
ഓരോ ഹോർമോൺ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ കെമിക്കൽ ചേഞ്ചസ് ആണല്ലോ പിന്നെ നമുക്ക് ഓരോ വികാരങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഈ പ്ലഷർ ഹോർമോൺസിന്റെ ഒക്കെ ഉൽപാദനം വളരെ കുറഞ്ഞു പോകും. അപ്പോ അപ്പൊ പിന്നെ അവര് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് അവര് സ്വാഭാവികമായി. ആ സമയത്ത് ആളുകളായിട്ട് ഇടപഴകുമ്പോൾ ഈ സമ്മർദ്ദം വർദ്ധിക്കും. അപ്പൊ അവര് പൊട്ടിത്തെറിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കോമൺ ആയിട്ട് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം ആ പ്രായത്തിലാണ് നമ്മൾ യോഗയൊക്കെ ചെറുപ്പത്തിലേ ഇതിൽ വരുന്ന ആൾക്കാരല്ലല്ലോ. ഒരു പ്രായമൊക്കെ കഴിച്ചിട്ട് ഈ അവസാന കാലത്താണ് ഇതിലൊക്കെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരിൽ ഈ പ്രശ്നമുള്ളത് കൊണ്ട് അവർക്ക് ഇതിൽ മുന്നേറാൻ കഴിയില്ല, വളരെയധികം മുന്നേറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം. അത് ജനറൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതല്ലാതെ തന്നെ ഈ യോഗ വിദ്യയിൽ തന്നെ അതിന് തന്നെ ശരിക്ക് ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് ഏതൊരു സിദ്ധാന്തവും കാലികമായിട്ട് നമ്മൾ അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് എന്താ പറയാ തുരുമ്പ് പിടിച്ചു. യോഗ വിദ്യ എന്ന് പറയുന്നതും അതും അതിന്ന് മോചിക്കപ്പെട്ട ഒരു സംഭവമല്ല. ഈ എല്ലാ അറിവുകളും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ യോഗീശ്വരന്മാര് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് യോഗ പദ്ധതി. എന്നിരുന്നാൽ തന്നെയും അത് മനസ്സിലാക്കാൻ, അതിന്റെ ആഴത്തിൽ ചെന്ന് മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു വൈജ്ഞാനിക നിലവാരം പലപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാല് ഒരു പ്രത്യക്ഷത്തിൽ അവരുടെ സൂത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്തു പോകും. അപ്പോ അതിന്റെ റിസൾട്ട് അഡ്വൈസ് റിസൾട്ടാണ് കിട്ടുന്നത്, കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നമാണ്. അത് സിദ്ധാന്തത്തിന്റെ പ്രശ്നമല്ല. അത് സിദ്ധാന്തത്തെ ആ ആഴത്തിൽ അവര് ഓരോ സംഭവങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത് അനുഭവങ്ങളുടെ അല്ലെങ്കിൽ അറിവിന്റെ അത്രയും ആഴത്തിൽ നിന്നുകൊണ്ടാണ്. ആ ലെവലിലേക്ക് നമ്മൾ, ആ വൈബ്രേഷൻ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അവരെന്താ എഴുതിയെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അതിന് സാധനാബലം തന്നെ വേണം. നിരന്തരം നമ്മൾ ഈ സിദ്ധാന്തങ്ങളെ പ്രയോഗവൽക്കരിക്കുകയും അതിനെ നമ്മളിൽ തന്നെ പരിശോധിച്ചിട്ട് കറക്റ്റ് ചെയ്ത് പോവും വേണം. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള സിദ്ധാന്തം അവരെഴുതിയതിലേക്ക് പോലും നമുക്ക് മനസ്സിലാവും. ഇപ്പോ നമുക്കറിയാലോ, യോഗ സിദ്ധാന്തത്തില് പ്രാണായാമമാണ് നമ്മളുടെ ക്രിയകളുടെ തുടക്കം. പ്രാണായാമത്തിൽ നിന്ന് അങ്ങോട്ടാണ് ധ്യാനവും ധാരണ, ധ്യാനം, സമാധി, പ്രത്യാഹാരം അതൊക്കെ തുടങ്ങുന്ന. പ്രാണായാമമാണ് ക്രിയ, ബേസിക് ആയിട്ടുള്ള ക്രിയ. എന്ന് വെച്ചാല് നമ്മളുടെ നാഡികളിലൂടെ ആണ് ഈ പ്രാണൻ ഒഴുകുന്നത്. ഈ നാഡികൾ 72,000 നാഡികളിലൂടെ ഒഴുകുന്ന ഈ പ്രാണന്റെ ബാലൻസിങ് ആണ്. നമ്മളിപ്പോ കണ്ടിട്ടില്ലേ ഈ ലോറികളൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ലോഡ് വെച്ചിട്ടുള്ള വണ്ടികള് ചിലപ്പോ ഈ ലോഡിന്റെ കെട്ടൊക്കെ ഒരു ഭാഗത്തേക്ക് ലൂസായിട്ട് ഒരു ഭാഗം ചെരിഞ്ഞിങ്ങനെ പോകും. ബാലൻസിങ് അല്ല. ആ അവസ്ഥയാണ് ശരിക്ക് എല്ലാ മനുഷ്യരിലും. നമ്മളുടെയൊക്കെ ഈ ഉള്ളിലുള്ള ആന്തരികമായ ഊർജ പ്രവാഹത്തില് ഇംബാലൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ഏതോ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞോടുന്ന വണ്ടിയാണ്. അത് ഏത് സൈഡിലേക്കാണ് ചെരിഞ്ഞോടുന്നതെന്ന്, ചെരിഞ്ഞു നിൽക്കണമെന്ന് മനസ്സിലാക്കിയാൽ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ആ ചെരിഞ്ഞു നിൽക്കുന്നിടത്ത് സപ്പോർട്ട് കൊടുക്കണം, പൊക്കിയെടുത്താലേ അത് നിവരുള്ളൂ. ഇതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള ഇംബാലൻസിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ടുള്ള പ്രാണായാമങ്ങൾ ചെയ്ത്, കോമൺ ആയിട്ടുള്ള പ്രാണായാമം നമ്മളുടെ ഈ എനർജി ലെവലിനെ, ഊർജ പ്രവാഹത്തിന്റെ ലെവലിനെ വോൾട്ടേജ് കൂട്ടുന്നതാണ്. മനസ്സിലാണ്ടോ? അത് എല്ലാ നാഡികളിലും ഒരേപോലെ വർക്ക് ചെയ്യും. എല്ലാ നാഡികളെയും ഉത്തേജിപ്പിക്കുന്നതാണ് നമ്മൾ പ്രാണായാമങ്ങൾ. അപ്പോൾ എല്ലാ പ്രാണായാമങ്ങളും എല്ലാവരും ചെയ്യേണ്ടതല്ല. അത് വളരെ പ്രാണായാമം, അതെ അതാണ്. പ്രാണായാമം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ആന്തരികമായ ഊർജ വ്യവസ്ഥയിലുള്ള ഇംബാലൻസ് എവിടെയെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോ
ഈ 72,000 നാഡികളെയും നമുക്ക് പരിശോധിച്ചിട്ട് ഓരോരോ നാഡിക്കും ഉള്ളത് കണ്ടുപിടിക്കാനുള്ള സാധ്യമല്ല. ഏതൊക്കെ നാഡിയിലാണ് ബ്ലോക്ക് ഉള്ളത്, ഏതൊക്കെ നാഡിയാണ് ആൾറെഡി എക്സൈറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ളത് അത്ര സൂക്ഷ്മത്തിൽ നമുക്ക് പറ്റില്ലെങ്കിലും പ്രധാനപ്പെട്ട നാഡികളുണ്ടല്ലോ, ദശനാഡികൾ എന്ന് പറയും. ആ 10 നാഡികളില് പകുതിയോളം നാഡികൾ നമുക്ക് അറിയാം നമ്മള് വലതുഭാഗവുമായിട്ട് ബന്ധപ്പെട്ട നാഡികളുണ്ട്, ചിലത് ഇടതുഭാഗമായിട്ട് ബന്ധപ്പെട്ട. ശരീരത്തിന് തന്നെ അങ്ങനെ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നതിന്റെ സങ്കല്പത്തെ അതാണ്. 2 തരം എനർജീസ് നമ്മളിൽ ഉണ്ട്. സ്ത്രൈണ എനർജിയും പൗരുഷമായിട്ടുള്ള എനർജിയും. അപ്പോ ചില നാഡികള്, ഇപ്പൊ നമ്മളില് ഈ ദശനാഡികളില് ചില നാഡികൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഉണർന്നിരിക്കുന്നവരായിരിക്കും. അത് ഏതൊക്കെ നാഡികളാണ് നമ്മൾ കണ്ടുപിടിക്കണം. ചില നാഡികളിൽ അത് ഡോർമെന്റ് ആയിരിക്കും, അത്ര വേണ്ടത്ര ഊർജ്ജപ്രവാഹം ഉണ്ടാവില്ല. ഇപ്പൊ ഇത് വോൾട്ടേജിന്റെ കണക്കിൽ പറയണമെന്ന് വെച്ചോളൂ. ചില നാഡികളിൽ ഒരു 12 വോൾട്ട് കറണ്ട് ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് ആണ്, ഇതൊരു കണക്കിന് പറഞ്ഞാണ്, വോൾട്ടൊന്നുമല്ല, ഒരു പവർ എന്ന് പറയുന്നത്. വേറെ ചില നാഡികള് 10 വോൾട്ടേ ഉള്ളൂ എന്ന് വയ്ക്കാം. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 12 ആകുമ്പോ 2 യൂണിറ്റ്, 2ന്റെ വ്യത്യാസമുണ്ട്. നമ്മള് കോമൺ ആയിട്ടുള്ള പ്രാണായാമം പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചോളൂ. ഈ നമ്മളെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന ഈ പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക നോക്കൂ. ഈ 10 നാഡികളിലെയും വോൾട്ടേജ് കൂടും, ഒരേപോലെ കൂടും. അപ്പോ 10 പോയിട്ട് 11 ആവും, 12 പോയിട്ട് 13 ആവും. അപ്പൊ ആ ഡിഫറൻസ് എത്രയാണ്? അപ്പം കൂടുതൽ ഉണ്ടായിരുന്നതിൽ എക്സസ് ആവുകയും ചെയ്യും. അതാ പറഞ്ഞത്. അല്ല, ഈ 10ഉം 12ഉം ആയിരുന്നു ആദ്യം. അപ്പൊ വ്യത്യാസം 2. രണ്ടിനെയും നമ്മൾ എക്സൈറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തേത് 11 ആയി, 12 ഉള്ളത് 13 ആയി. 11ഉം 13ഉം രണ്ട് തന്നെയാണ്. ഇംബാലൻസിൽ ഒരു വ്യത്യാസം ഉണ്ടാവണില്ല, പക്ഷെ തീവ്രത കൂടുകയും ചെയ്തു. ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്നു എന്നാണ്. ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ആ സ്റ്റേറ്റിന്റെ അഗ്രവേറ്റഡ് മോഡിലേക്ക് എത്തി. 10ഉം 12ലും നിൽക്കുന്ന ഇംബാലൻസിന്റെ തീവ്രത അല്ല 11ഉം 13ലേക്ക് നിൽക്കുമ്പോ കൂടുതലല്ലേ ചെയ്തു. മനസ്സിലാവുന്നത്? ഇതാണ് ശരിക്ക് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള രഹസ്യം. അപ്പൊ ഈ ഒരു സംഭവം യോഗികൾ ഒന്നും ഇപ്പൊ ഈ ആധുനിക കാലത്ത് വേണ്ടത്ര അഡ്രസ് ചെയ്തില്ല, അത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നോണ്ടേ ഒരുപാട് ഗുരുക്കന്മാര് അല്ലെങ്കിൽ സാധകര് അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വിളിക്കും, അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കും. അപ്പൊ പലരും പറയും, ഞാൻ 25 വർഷമായിട്ട് ഇന്ന കോഴ്സ് ചെയ്യുന്ന ആളാണ്, ഞാൻ അതിന്റെ ഇന്റർനാഷണൽ ടീച്ചറാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്നിട്ട് അവര് അവസാനം പറയും, പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ഇതുവരെ എന്റെ ഒരു ഒന്നും നേടാനായിട്ടില്ല, ആധ്യാത്മികമായിട്ട് സ്പിരിച്വലി ഒരു ഗെയിനും ഉണ്ടായിട്ടില്ല. ഞാൻ എവിടെയാണോ ഏത് കാലത്താണോ തുടങ്ങിയത്, എങ്ങനെയാണോ തുടങ്ങിയത്, അതേ അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് അഡ്വൈസ് തേടാറുണ്ട് പലരും. അപ്പൊ നിങ്ങളുടെ ഗുരുക്കന്മാരെന്താണ് പറഞ്ഞതിന് മറുപടി എന്ന് പറഞ്ഞാല്, അല്ല നിങ്ങൾ കീപ്പ് ഓൺ ഡൂയിങ്, ഒരിക്കൽ നിങ്ങൾ അതിനെ പറ്റി ഒന്നും ബേജാറാവണ്ട എന്ന ആ മറുപടിയാണ് അവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇല്ല ഈ ഒരു ഡെപ്തില് ഇതാണ് നിങ്ങളുടെ ഇഷ്യൂ. അത് അവരുടെ കുറ്റമല്ല, പലരും ഇതിനെ ആ അവസ്ഥയിൽ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ മനസ്സിലാക്കിയതിന്റെ അളവ് വെച്ചിട്ടല്ലേ നമുക്ക് സമ്മതിക്കാൻ പറ്റുള്ളൂ. അപ്പോ അവര് ഇത് നിങ്ങൾ തുടരൂ, നിങ്ങളെ റിസൾട്ടിനെ കുറിച്ച് ബേജാറാവേണ്ടതില്ല, അതെല്ലാം തനിയെ വരും എന്നൊക്കെ അങ്ങനെ പോവുകയാണ്. ഒരു മായാജാലത്തിൽ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് ചില ആളുകൾക്കൊക്കെ നല്ല പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാവും. എന്താന്ന് വെച്ചാല്
അവരില് ചിലപ്പോ ആൾറെഡി രണ്ടും ലോ വോൾട്ടേജിൽ ഒരേ ബാലൻസിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. ലോ വോൾട്ടേജ് ആണെന്നേ ഉള്ളൂ. അപ്പൊ അവര് പ്രാണായാമം ചെയ്യുമ്പോൾ രണ്ടും ഒരേപോലെ ഉയർന്നു വരുന്ന സമയത്ത് അപൂർവ ആളുകൾക്ക് ഈ സംഭവം ഉണ്ടാവും. അപ്പോ അത് കണ്ടിട്ട് ഇപ്പൊ ലോട്ടറി കിട്ടുന്നത് ഒരാൾക്കല്ലേ ലോട്ടറി കിട്ടുള്ളൂ. അത് കണ്ടിട്ടാണല്ലോ ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ബാക്കി ലക്ഷക്കണക്കിന് ആളുകൾ അതെടുക്കുന്നത്. അതേപോലെ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും. നമ്മൾ അത് മാത്രം കാണും. പക്ഷെ അതിന്റെ പുറകില് ലക്ഷക്കണക്കിന് ആളുകൾ ജീവിതം ഹോമിച്ചിട്ടുണ്ട്. ദുരിതത്തിൽ നിന്ന് പുറത്തുനിന്ന് വരാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ശരിയല്ല, അത് മാത്രം കാണുന്നതും ശരിയല്ല. പക്ഷെ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയും. ഈ സിദ്ധാന്തങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് യഥാർത്ഥത്തിലുള്ള ഒരു ഗുരുവിന്റെ ഒരു സാന്നിധ്യം ആവശ്യമായി വരും. കാരണം നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു സാധകൻ, ആ സാധകൻ ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യൻ എന്നൊക്കെ പറയാം, ആ ഒരു അന്വേഷകന് അവർക്ക് ഒരു വിദ്യ ഉപദേശിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവരുടെ ആന്തരിക ഊർജ നില എവിടെയാണ്? അത് അവരുടെ ജീവിതം പരിശോധിച്ചാല്, അവരുടെ ക്യാരക്ടർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതെല്ലാം നാഡികളാണ് ഇവർക്ക് ബ്ലോക്ക് ഉള്ളത്, ഏതെല്ലാം നാഡികളാണ് ഇവരുടെ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ആ പെർട്ടിക്കുലർ നാഡികളെ അഡ്രസ് ചെയ്യുന്ന പ്രാണായാമങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നുവെച്ചാല് ബ്ലോക്ക് ആയിട്ടുള്ളതിനെ മാത്രമേ ഈ എക്സൈറ്റഡ് ആയിട്ടുള്ളതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓവറായിട്ട് തുറന്ന ഒരു നാഡി ഉണ്ടല്ലോ, അത് ആൾറെഡി തുറന്നു കഴിഞ്ഞു, അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ബാലൻസ് ചെയ്യണമെങ്കിലുള്ള ഒരേ ഒരു വഴി എന്താ വെച്ചാൽ അതിന്റെ കൗണ്ടർ പാർട്ട് ഉണ്ട് ഇപ്പുറത്ത്. ഓരോ നാഡിക്കും കൗണ്ടർ പാർട്ട് ഉണ്ട്. ആ കൗണ്ടർ പാർട്ടുള്ള നാഡികളെ മാത്രം നമ്മൾ കേന്ദ്രീകരിക്കുന്ന പ്രാണായാമങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്യാം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഏത് എക്സൈറ്റഡ് ആയിട്ടുള്ള നാഡികളെ നമുക്ക് പിന്നെ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുമായിട്ട് ആ വോൾട്ടേജുമായിട്ട് തുല്യത വരണമെങ്കിൽ അതിന്റെ കൗണ്ടർ പാർട്സ് ഡൗൺ ആയി കിടക്കുകയായിരിക്കും. അതിനെ മാത്രം അഡ്രസ് ചെയ്യുന്ന, അവിടെ മാത്രം വർക്ക് ചെയ്യുന്ന പ്രാണായാമം സെലക്ട് ചെയ്ത് ചെയ്യാം. എന്നാൽ മാത്രമാണ് നമുക്ക് സ്പിരിച്വൽ ഒരു ഇതുണ്ടാവുള്ളൂ. ചേട്ടൻ്റെ അടുത്ത് ഞാനിത് ഓഫ്ലൈൻ പറയണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പം പോഡ്കാസ്റ്റിൽ തന്നെ പറയാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും ഇങ്ങനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചിലത് യൂട്യൂബിൽ കൂടെ പഠിച്ചതായിരിക്കും, ചിലത് വലിയ വലിയ ഫേമസ് ആൾക്കാർ പഠിപ്പിച്ചു, യോഗ പഠിപ്പിച്ചു എന്നൊക്കെ പറയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ, അവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അത് വരും, മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല. നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ അറിയാം, കംപ്ലീറ്റ് പോയിരിക്കുക. ഉള്ളില് ഈ ഇംബാലൻസ് വർദ്ധിച്ചിട്ട് ഒരു പ്രഷർ കുക്കർ ബോംബുമായിട്ട് നടക്കുകയാണ് എല്ലാവരും. പഠിച്ചവരാണ് കൂടുതൽ വലിയ പ്രഷർ കുക്കറായിട്ടാണ് അവർ നടക്കുന്നത്. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് നമുക്കത് കൂടുതൽ അത് ഏറ്റെടുക്കാനും പറ്റത്തില്ല, കാർമ്മികമായിട്ട് അത് ഏറ്റെടുക്കാനും തോന്നുന്നില്ല. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ചെയ്യുന്നതിലുള്ള എക്സസ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുക. അവർക്ക് എത്രത്തോളം അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അല്ല, അത് പിന്നെ മനസ്സിലാവണമെങ്കിലേ അത്ര ആഴത്തിൽ ഇത് പരിശോധിക്കണേ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇന്ന് യോഗവിദ്യയെ ഈ ആഴത്തില് പരിശോധിച്ചിട്ട് ഇതാണ് ഇഷ്യൂ. ഈ ഇങ്ങനത്തെ ഒരു സംഭവം ലോകത്തോട് ആദ്യമായിട്ട് പറയുന്നത് നമ്മളാണ്. ഈ ഒരു സിദ്ധാന്തം ഇന്നേ വരെ ലോകത്ത് ഒരു യോഗ ഗുരുക്കന്മാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കാം പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ മാത്രമേ അഭ്യസിക്കാവൂ പറയണ ഇതുകൊണ്ടാണ്. അതെ, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഗുരുവിന് മാത്രമേ അത് അളന്ന് കൊടുക്കാൻ പറ്റൂ. ഇപ്പോഴത്തെ ദുരന്തം എന്താ വെച്ചാല്, ഈ ഒരു സംഭവത്തെ ഇന്നത്തെ കാലത്ത് മനസ്സിലാവുന്ന ഭാഷയിൽ ഇതാണ് ഇഷ്യൂ. ഇപ്പൊ സാറിന് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞപ്പോ ക്ലിയർ ആണ്.
ഈ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇത് ലോകത്തോട് ആദ്യമായിട്ട് ഇത് നമ്മുടെ ശരിക്കും പറയാം എൻ്റെ ഒരു ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ എന്താണ് ഈ യോഗവിദ്യയുടെ മണ്ഡലത്തിൽ നമ്മളുടെ സംഭാവന. ഇതൊന്നും നമ്മളുടെ സംഭാവന ഒന്നുമല്ല, ഇതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് വെളിവാവണ്ടേ. ഇത് പഠിക്കുന്നവർക്കും പരിശീലിക്കുന്നവർക്കും അത് വെളിവായാലേ ഇത് മനസ്സിലാക്കാൻ പുറത്ത് പറയാൻ പറ്റുള്ളൂ. അത് എന്തോ പ്രകൃതി നിശ്ചയം കൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ബോധ്യം ഈ അടുത്ത കാലത്ത് വന്നത് കൊണ്ട് മാത്രമാണ് ഇത് നമ്മളാണ് ലോകത്തോട് ഇങ്ങനെ പറയുന്നത്. കോമൺ, അതായത് എല്ലാ പ്രാണായാമങ്ങളും എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടതല്ല. നിങ്ങളുടെ എനർജി ലെവലിലുള്ള ഇംബാലൻസ് നോക്കിയിട്ട് അതിനെ മാത്രം അറ്റൻഡ് ചെയ്യുന്ന പ്രാണായാമത്തെ നിങ്ങൾ ചെയ്യാൻ പാടുന്നുള്ള. ഞാൻ ഇന്നലെ കൂടെ അത് സെയിം ഒരു സ്ത്രീയുടെ അടുത്ത് അത് ഞാൻ പറഞ്ഞു, ഈ സെയിം ഇത്. കാരണം അവർക്ക് എല്ലാം പഠിക്കണം, എല്ലാ ഗുരുക്കന്മാരുടെ ഇത്. ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ചെയ്യും, എന്നിട്ട് അത് ബാലൻസ് ആക്കാൻ നോക്കും. എല്ലാം കൂടി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ നല്ലത്. പിന്നെ അത് മാത്രല്ലേ, ഈ മുദ്രകള് ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. ഈ മുദ്രകളും ബന്ധങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ എനർജിയെ ഡയറക്റ്റ് ചെയ്യാനാണ്. നമ്മളിലുള്ള ഇംബാലൻസ് ഉണ്ടല്ലോ, അതിനെ പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസ് ആയിട്ടും പറയാം, ത്രിദോഷങ്ങളുടെ ഇംബാലൻസ് ആയിട്ടും പറയാം. നാടികളിലുള്ള ഇംബാലൻസിനെ ഇങ്ങനെ 2-3 തരത്തിൽ പറയാൻ പറ്റും. അപ്പോ ഈ മുദ്രകള് നമ്മളുടെ ഈ പഞ്ചഭൂതങ്ങളിലെ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാനുള്ളതാണ്. ബന്ധങ്ങൾ ഇതുപോലെ എനർജിയെ പ്രത്യേക ട്രാക്കിൽ ലോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കോമൺ, ഈ പ്രാണായാമത്തോട് കൂടിയിട്ട് കോമൺ ആയിട്ടുള്ള കുറെ മുദ്രകളും ബന്ധങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ബന്ധങ്ങളും മുദ്രകളും ഒക്കെ പല മുദ്രകളും ബന്ധങ്ങളും പ്രാക്ടീസ് ചെയ്താൽ എന്താ ഉണ്ടാവുക വെച്ചാല്, ഈ ഇതില് വേറൊരു രഹസ്യം മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു രഹസ്യമുണ്ട്. എന്താ വെച്ചാല് ഓരോ ക്രിയയും ആ ക്രിയ കൊണ്ട് തന്നെ നിങ്ങളെ മുക്തിയിലേക്ക് നയിക്കുന്നതാണ്. ഈ ഒരു രഹസ്യവും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്നത്. എല്ലാം ചെയ്യേണ്ട കാര്യം അല്ല, ഒരു ക്രിയ തന്നെ അത് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റും. അപ്പോ ഈ ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാൽ പ്രാണായാമത്തിന്റെ കൂടെയാണ് പല ആളുകളും പല ബന്ധങ്ങളും മുദ്രകളും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ മഹാബന്ധൻ, മഹാവേദം എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ, മഹാവേദം അങ്ങനെയൊക്കെയുള്ള പരിചാലന മുദ്ര, അത് ആ സംഭവമൊക്കെ ഇപ്പൊ ക്രിയ ട്രഡീഷനിൽ പോയി കഴിഞ്ഞ ചേട്ടാ, ഇത് അശ്വിനി ചെയ്തിട്ട് ഉദ്യാനബന്ധം ചെയ്ത് ജലന്ധര ബന്ധം, ഇത് 3ഉം കൂടെ ലോക്ക് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അല്ല അത് മതി. പക്ഷേ പ്രാണായാമം ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങളുടെ ഉള്ളില് ആൾറെഡി എക്സൈറ്റഡ് ആയിട്ടുള്ള എനർജിയാണ്. അവിടെ അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ BP ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യും. ശരിക്കും നിങ്ങൾ ജലാന്തര ഈ ബന്ധങ്ങൾ ഉണ്ടല്ലോ, ആ ബന്ധങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് വേഗം മുക്തിയിലേക്ക് എത്താം. പ്രാണായാമത്തോട് ചേർത്തിട്ടല്ല ചെയ്യേണ്ടത്, മനസ്സിലാവുണ്ടോ? പ്രാണായാമം ചെയ്യുന്നവർ പ്രാണായാമം നിങ്ങൾ ചെയ്തു നോക്കുക. അപൂർവമായിട്ടുള്ള ചില ഡയറക്റ്റ് ചെയ്യാനുള്ള മുദ്രകളെ അതിൽ ചെയ്യാൻ പാടുള്ളൂ. ബന്ധങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ ബന്ധം മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി, മനസ്സിലാവുണ്ടോ? ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ 2 പോയിന്റാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, ഓരോ ക്രിയയും ആ ക്രിയ കൊണ്ട് തന്നെ നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ മാത്രം പവർഫുൾ ആണ്. അത് കോമ്പിനേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ വിചാരിച്ചതിലും അപ്പുറത്തുള്ള പ്രശ്നങ്ങളാണ്, മനസ്സിലാവുണ്ടോ? അത് വളരെ സൂക്ഷിച്ച് സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ബാലൻസിനെ ബാലൻസ് ചെയ്യാനുള്ള മുദ്രകൾ ചെയ്യാം, മറിച്ച് കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്താൽ ഈ ഭയങ്കരമായിട്ട് BP ഷൂട്ട് ചെയ്യും. അതാണ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാർ. കിട്ടില്ല, നമുക്ക് മനസ്സ് ശാന്താവുകയല്ലേ ചെയ്യാം, മനസ്സ് എക്സൈറ്റഡ് ആവുകയാണ്. ഇതൊക്കെയാണ് ഇഷ്യൂസ്. ക്രിയയുടെ കേരളത്തിലുള്ള ഒരു 2 പരമ്പര എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഡെയിലി നിത്യ സാധന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാർട്ടിങ് കുറച്ച് ഫോഴ്സ്ഫുൾ ബ്രീത്തിങ് ചെയ്യും, പിന്നെ കുറെ ഉജ്ജയനും അതും ഇതുമൊക്കെ ചെയ്തിട്ട്
ഈ പറഞ്ഞ 4-5 ബന്ധങ്ങൾ, ബന്ധങ്ങൾ ചെയ്യും, മുദ്രകൾ ചെയ്യും. പിന്നെ മുദ്രകൾ ചെയ്യും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ക്രിയയിലേക്ക് പോകുന്നത്. ഇതെല്ലാം ക്രിയ തന്നെയാണ്. ഇങ്ങനെ ഇത്ര ഒരു സെറ്റ് ഓഫ് സംഭവങ്ങൾ ചെയ്യുന്നത് ആവശ്യമില്ല എന്നുള്ളതാണ്. അതാണ് ഈ സമ്മർദ്ദം കൂടിയിട്ട് ഇങ്ങനെ എല്ലാവരും ഭയങ്കര ഇഷ്യൂ ആയിട്ട് നടക്കുന്നത്. എന്തായാലും വളരെ ആഴത്തിൽ നമുക്കിത് ഈ പിന്നെ സയൻസിനെ പരിശോധിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ നന്നായിട്ട് ഒന്നും കൂടി ആഴത്തിൽ പഠിക്കുക ഈ യോഗവിദ്യയെ, എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഉചിതം. അത് മാത്രമാണ് നമുക്ക് സാധകരോട് പറയാനുള്ളത്. ശരി, സന്തോഷം ചേട്ടാ. Thank you.